every sorrow shall be turned into joy. Jesus is coming to heal your broken heart. My precious, precious friend, it's a great joy to welcome you to today's program. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. The Lord Jesus knows that He is your Father. ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന് അറിയാം. And He has the responsibility to run your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. So don't be worried. ആയതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. Don't say, I have to do this. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയാതിരിപ്പിൻ. I have to plan my future. എന്റെ ശോഭനമായ ഭാവിക്ക് വേണ്ട പദ്ധതികൾ ഞാൻ തന്നെ ആവിഷ്കരിക്കണം. But rather, say in your heart, my Father knows. ഇങ്ങനെ പറയുന്നതിന് പകരം നിങ്ങളുടെ ഹൃദയത്തിൽ പറയുവിൻ, എന്റെ പിതാവിന് എല്ലാം അറിയാം. There was a great servant of God called Billy Bray. ബില്ലി ബ്രേവ് എന്ന വലിയൊരു ദൈവദാസനുണ്ടായിരുന്നു. He was not a rich man. അദ്ദേഹം ഒരു ധനികനായിരുന്നില്ല. He was working in the copper mines. അദ്ദേഹം ചെമ്പുഖനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. He was an alcoholic once. ഒരിക്കൽ അദ്ദേഹം മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. But Jesus transformed him. എന്നാൽ യേശുക്രിസ്തു അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. One day his daughter became very sick. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൾക്ക് രോഗം ബാധിച്ചു. She contracted fever. അവൾക്ക് പനി പിടിച്ചു. The fever rose up to 106 degrees. പനി 106 ഡിഗ്രി വരേക്കും ഉയർന്നു. No money to take her to the hospital. അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന്റെ പക്കൽ പണം ഉണ്ടായിരുന്നില്ല. The wife had very little money. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പക്കൽ കുറച്ച് പണമുണ്ടായിരുന്നു. She gave it to Mr. Billy Bray ആ പണം അവൾ ബില്ലി ബ്രേവിന് നൽകി. and said, please go and get a doctor before our daughter dies. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മകൾ മരിക്കുന്നതിന് മുൻപ് തന്നെ അവളെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. He took the money and he was rushing. അദ്ദേഹം പണം വാങ്ങി ഉടനടി പുറപ്പെട്ടു. But on the way, എന്നാൽ പോകുന്ന വഴിയിൽ a lady met him. അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. She was in tears. അവൾ കണ്ണുനീരിലായിരുന്നു. She said, അവൾ പറഞ്ഞു, my son and I have not eaten for a long time. എന്റെ മകനും ഞാനും ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായി ഞങ്ങൾ പട്ടിണിയിലാണ്. If you have some money, please give, sir. താങ്കളുടെ പക്കൽ പണമുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് നൽകണമേ. I can't see my son die. എനിക്ക് എന്റെ മകൻ മരിക്കുന്നത് കാണുവാൻ വയ്യ. Immediately, Mr. Billy gave away the money that he had. ഉടനടി മിസ്റ്റർ ബില്ലി തന്റെ പക്കലുള്ള പണം അവൾക്ക് നൽകി. Then he realized, പിന്നീട് അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു, what shall I do? ഇനി ഞാൻ എന്ത് ചെയ്യും? At that moment, ആ സമയത്ത് he knelt അദ്ദേഹം മുട്ടുകുത്തി. on the pavement ആ തെരുവിൽ തന്നെ അദ്ദേഹം മുട്ടുകുത്തി. and he looked up അദ്ദേഹം ദൈവത്തിങ്കിലേക്ക് നോക്കി. and he said, അദ്ദേഹം പറഞ്ഞു, my Father, എന്റെ പിതാവേ, my Father, എന്റെ പിതാവേ, you know everything. അങ്ങ് സകലവും അറിയുന്നുവല്ലോ. You know everything. അങ്ങ് സകലവും അറിയുന്നുവല്ലോ. And he bowed down അദ്ദേഹം ദൈവത്തിന്റെ മുൻപിൽ തലകുനിച്ചു. and he went home. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. In the flesh, his heart was beating hard. ജഡികമായി ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം അതിവേഗം മിടിക്കുകയായിരുന്നു. But in his spirit, there was a great confidence. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. My Father knows. എന്റെ പിതാവിന് എല്ലാം അറിയാം. And as he neared the house, അദ്ദേഹം വീടിന്റെ സമീപത്തെത്തിയപ്പോൾ his wife came running. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. Said, something has happened. അവൾ പറഞ്ഞു, എന്തോ സംഭവിച്ചു. Nearly 10 minutes ago, ഏകദേശം 10 മിനിറ്റിന് മുൻപ് our daughter got up. നമ്മുടെ മകൾ എഴുന്നേറ്റു. She sat up. അവൾ ഇരുന്നു. Said, Mommy, അവൾ പറഞ്ഞു, മമ്മി, I'm thirsty. എനിക്ക് ദാഹിക്കുന്നു. Thirsty. എനിക്ക് ദാഹിക്കുന്നു. I went and touched her. ഞാൻ പോയി അവളെ തൊട്ടുനോക്കി. She was perspiring. അവളുടെ ശരീരം മുഴുവൻ വിയർത്തൊലിച്ചിരുന്നു. The fever had gone. പനി അവളെ വിട്ടുപോയിരുന്നു. Now she is well. There is no fever. ഇപ്പോൾ അവൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. He also jumped with joy. അദ്ദേഹവും ആനന്ദത്താൽ തുള്ളിച്ചാടി. Said, my Father knows. എന്നിട്ട് പറഞ്ഞു, എന്റെ പിതാവിന് അറിയാം. My Father knows. എന്റെ പിതാവിന് എല്ലാം അറിയാം. Don't be afraid, my friend. പ്രിയ സ്നേഹിത, ഭയപ്പെടാതിരിപ്പിൻ. Your Father knows. നിങ്ങളുടെ പിതാവിന് എല്ലാം അറിയാം. Your Father knows. നിങ്ങളുടെ പിതാവിന് എല്ലാം അറിയാം. He'll surely help you. തീർച്ചയായും പിതാവ് നിങ്ങളെ സഹായിക്കും.
Now, ഇപ്പോൾ here's a relevant question ഇതാ ഇവിടെ മനോഹരമായ അനുയോജ്യമായ ഒരു ചോദ്യം, about which I've been talking. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച്. Let's listen to it. നമുക്ക് ആ ചോദ്യം ഇപ്പോൾ ശ്രദ്ധിക്കാം. സഹോദര, ഞാൻ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നു. ഇവയിൽ നിന്ന് പുറത്തു വരുവാൻ യാതൊരു മാർഗവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ എന്തു ചെയ്യണം? And now to answer this common question, ഇപ്പോൾ സർവ്വസാധാരണമായ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകണം. I've been talking about it a few minutes back. നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. All that you need to say is, my Father knows. നിങ്ങൾ പറയേണ്ട ഒരേ ഒരു കാര്യം, എൻ്റെ പിതാവിനെ എല്ലാം അറിയാം. And you will see that your Father cares for you. അപ്പോൾ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കായി കരുതുന്നത് അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. As he cares for the sparrow. ആകാശത്തിലെ പറവകളെ ദൈവം പാലിക്കുന്നു. As he cares for the grass in the fields. വയലിലെ പുല്ലിനെ ദൈവം ചമയിക്കുന്നു. As he cares for the lilies. വയലിലെ പുഷ്പങ്ങൾക്കായി ദൈവം കരുതുന്നു. The Lord cares for you. ദൈവം നിങ്ങൾക്കായി കരുതും. Your Father knows. നിങ്ങളുടെ പിതാവിനെ എല്ലാം അറിയാം. The scripture says, വേദപുസ്തകം പറയുന്നു, because he cares for you. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ Put all your cares, cast all your cares upon him. നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. He cares for you. ദൈവം നിങ്ങളെ പുലർത്തും. Believe it. ഇതിൽ വിശ്വസിപ്പിൻ. But എന്നാൽ as we heard in this question, നാം ഈ ചോദ്യം ഇപ്പോൾ കേട്ടുവല്ലോ. we know the Lord cares. നമുക്കറിയാം ദൈവം നമുക്കായി കരുതുന്നു എന്ന്. But when we go through troubled times, എന്നാൽ നാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ it's very, very hard to believe. ആ കാര്യം വിശ്വസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. How to manage it? എങ്ങനെ അവയെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും? How to overcome it? എങ്ങനെ പ്രശ്നങ്ങളെ അതിജീവിക്കാനാവും? My friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, it is for this time God has given us His word. ഈ സമയത്തിനായാണ് ദൈവം തന്റെ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. The Bible. തന്റെ വേദപുസ്തകം. The Bible says, വേദപുസ്തകം പറയുന്നു, these words are life. ഈ വചനങ്ങൾ ജീവനാകുന്നു. John 6:63. യോഹന്നാൻ 6:63. The words that I speak to you are life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. It is these words that you hear, that you receive, which will bring life to you. നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ സ്വീകരിക്കുന്ന ഈ വചനങ്ങളാണ് നിങ്ങളിലേക്ക് ജീവൻ കൊണ്ടുവരുന്നത്. The words that you receive in the world brings you death. എന്നാൽ ലോകത്തിന്റെ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. No job for you. നിങ്ങൾക്ക് ജോലി ഉണ്ടാകില്ല. When that word comes in the world, you receive death. ലോകത്തിലെ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണത്തെ സ്വീകരിക്കുന്നു. When the doctor says, we have done our best for you, ഡോക്ടർമാർ പറയും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു, but still the treatment is not working, എന്നാൽ ചികിത്സകൾ ഇനിയും ഫലിക്കുന്നില്ല, you will die. നിങ്ങൾ മരിക്കും. Those words come as a death blow to you. അത്തരം വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം കൊണ്ടുവരും. When the husband says to the wife, I don't want you anymore, ഇനി എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ it comes as a bolt of death. അത് മരണത്തിന്റെ അനുഭവമാണ് ഭാര്യയുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നത്. When the teacher says, you will not pass, those words come as a bolt of death to you. നീ പരീക്ഷയിൽ വിജയിക്കില്ല എന്ന് അധ്യാപിക നിന്നോട് പറയുമ്പോൾ അത് നിന്റെ ഹൃദയത്തിൽ മരണത്തിന്റെ അനുഭവം സൃഷ്ടിക്കുന്നു. That's where the Lord Jesus says, അതാണ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്, in the midst of the words of disappointment, fear, I will give you my word. നിരാശയുടെയും ഭയത്തിന്റെയും ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ വചനം നൽകും. My words are life. എന്റെ വചനം ജീവനാകുന്നു. And he says, ദൈവം പറയുന്നു, my word shall not return void. എന്റെ വചനം വെറുതെ തിരികെ വരില്ല. When I speak to you, ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ, as I speak, ഞാൻ സംസാരിച്ചതുപോലെ my words will go and create the blessing that you need in your life. എന്റെ വചനങ്ങൾ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. My words will create new organs for you in your body. എന്റെ വചനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പുതിയ അവയവങ്ങളെ സൃഷ്ടിക്കും. My words will create a way of escape for you in the midst of your temptations and tribulations, according to 1 Corinthians 10:13. നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ 1 കൊരിന്ത്യർ 10:13 പ്രകാരം അവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് തുറന്നു So തരും. the best thing for you to do, my friend, ആയതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം,
It is to read God's word in the midst of all your troubles. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ അനുദിനവും ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കണം. When you go through troubles, നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ open the Bible വേദപുസ്തകം തുറക്കുവിൻ, and read it. വായിക്കുവിൻ. Of course, you must read it every morning. തീർച്ചയായും എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ വായിക്കണം. Not only when you have troubles, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാത്രമല്ല, at all times. എല്ലായ്പ്പോഴും. Because the Bible says in Lamentation 3:22, എന്തെന്നാൽ വിലാപങ്ങൾ 3:22 വേദപുസ്തകം പറയുന്നു, we are not consumed because of his mercies. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. His mercies are new every morning. ദൈവത്തിന്റെ ദയ രാവിലെ തോറും പുതിയതാകുന്നു. So every morning as you read God's word, ആയതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രഭാതത്തിലും വേദവചനം വായിക്കുമ്പോൾ his mercies come. ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നു. And it comes to break that day's problems. അത് അന്നത്തെ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകും. And his compassions faileth not. ദൈവം നിങ്ങളോട് മനസ്സലിയും, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. Correctly, the word that you read that day will be an answer to that day's problems. നിങ്ങൾ അന്നേ ദിവസം നേരിടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും നിങ്ങൾ അന്ന് വായിക്കുന്ന വചനം. I speak from personal experience. ഞാൻ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. So in the morning itself, God will give you the word which will break the problems, which will break the power of the problems that would come that day. ആ ദിവസം വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി രാവിലെ വായിക്കുന്ന വചനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. In the morning itself, God will give you the word in the scriptures which will provide the blessings or provide the solution for the needs that you may have that day. ആ ദിവസത്തിന് നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹത്തിനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആവശ്യമായ വചനം ദൈവം പ്രഭാതത്തിൽ തന്നെ നിങ്ങൾക്ക് So നൽകും. God's word will create the blessing that you need and break the power of evil that comes against you. ആയതിനാൽ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു. മാത്രമല്ല പൈശാചിക ശക്തികളെ തകർക്കുന്നതിനുള്ള ശക്തിയും നൽകുന്നു. So as you read it, നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ God will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. You must memorize it നിങ്ങൾ അത് ഹൃദ്യസ്ഥമാക്കണം. and claim it in prayer. നിങ്ങൾ പ്രാർത്ഥനയിൽ അത് അവകാശമാക്കണം. Claiming that promise is praying to God. ആ വാഗ്ദത്തം അവകാശമാക്കുക എന്നത് തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That's why Jesus says, don't blabber when you pray. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്ന്. Don't you yourself say, I want this job, I want to go here, I want to marry this person. എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഈ ജോലി വേണം, എനിക്ക് ഈ വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നെല്ലാം നിങ്ങൾ പറയുകയാണെങ്കിൽ It's blabbering. അത് കേവലം ജൽപ്പനങ്ങൾ മാത്രമാണ്. He says, യേശു പറയുന്നു, pray my children that God's will as it is done in heaven, it will be done in your life on earth. ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിങ്ങളുടെ ജീവിതത്തിലും ആകുന്നതിനു വേണ്ടി എന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവിൻ. Let thy will be done. അങ്ങയുടെ ഹിതം നിറവേറട്ടെ. And specifically when you read the word of God every morning, God will show you what he has planned for you, the blessings he has planned for you for that day. നിങ്ങൾ എന്നും പ്രഭാതത്തിൽ ദൈവവചനം വായിക്കുകയാണെങ്കിൽ ദൈവം ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. He will show you the blessings he has planned for you, for your life, which has to come to you that day. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും ആ ദിവസത്തേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. So when you read it, നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ your heart will jump with joy. നിങ്ങളുടെ ഹൃദയം ആനന്ദത്താൽ തുള്ളിച്ചാടും. Every fear will go. എല്ലാ ഭയവും അകന്നു പോകും. And you will say, this is exactly what I was wanting from God. കൃത്യമായും നിങ്ങൾ പറയും, ഇത് തന്നെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതെന്ന്. This is exactly what I was wanting in my life. ഇത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. And as you memorize that verse and keep on praying that day, നിങ്ങൾ ആ വചനം ഹൃദ്യസ്ഥമാക്കി ആ ദിവസം മുഴുവൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ the Lord will hear that prayer. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. In 1 John 5:14, 1 യോഹന്നാൻ 5:14 John says, യോഹന്നാൻ പറയുന്നു, if you ask anything according to his will, we know that he hears us. This is our confidence. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. Yes, we have confidence. അതെ, നമുക്ക് ധൈര്യമുണ്ട്. I am going to be blessed today. ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. No fear. ഇനി ഭയമില്ല. How? എങ്ങനെ? When you read God's word.
നിങ്ങൾ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ God speaks to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. And as you claim it and pray, നിങ്ങൾ അത് വാഗ്ദത്തമാക്കി പ്രാർത്ഥിക്കുമ്പോൾ every fear goes. സകല ഭയവും നിങ്ങളെ But വിട്ടുപോകും. you know that blessing is coming into your life. എന്നാൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അറിയും. And it comes into your life. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. Not only by reading the word of God. വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് മാത്രമല്ല, When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the Lord will come and speak to you through prophecy. ദൈവം പ്രവചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കും. He will show you the things to come. ദൈവം വരാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു തരും. John 16:13. യോഹന്നാൻ 16:13. The Lord will show you through prophecy, through visions, what He has planned for you, for your personal life. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ, പ്രവചനങ്ങൾ, ദർശനങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. All you have to do is to do what the Lord shows. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവം കാണിച്ചു തരുന്നതിനനുസരിച്ച് പ്രവർത്തിക്കണം. To write your exams in the way God wants you to write, as He has shown you. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷകൾ എഴുതണം. To marry the person whom He has shown you. ദൈവം കാണിച്ചു തന്ന വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിക്കണം. To do the job which He has shown you. ദൈവം കാണിച്ചു തന്ന ജോലി നിങ്ങൾ ചെയ്യണം. Just do it. അത് ചെയ്യുവിൻ. As the Lord reveals to you. ദൈവം വെളിപ്പെടുത്തിയതിനനുസരിച്ച് There will be no fear. അപ്പോൾ ഭയമുണ്ടാകില്ല. You will do the will of God. നിങ്ങൾ ദൈവത്തിന്റെ ഹിതം ചെയ്യും. And you will have added blessings. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. You will prosper. നിങ്ങൾ സമൃദ്ധി പ്രാപിക്കും. Make this your everyday experience. ഇത് അനുദിന അനുഭവമാക്കി മാറ്റുവിൻ. And you will rise up to great heights with God working along with you. അപ്പോൾ നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരും. ദൈവം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും. 1 Samuel 14:45 says so. 1 ശമൂവേൽ 14:45 അപ്രകാരം പറയുന്നു. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, പിതാവേ, give thy children grace to hear your voice. അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. Let there be no fear in their hearts. അവരുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടാകരുതേ. When you give your revelation through your word, let life flow into them every day and let them prosper. അങ്ങ് വചനങ്ങളിലൂടെ അവർക്ക് വെളിപാടുകൾ നൽകുമ്പോൾ അങ്ങയുടെ ജീവൻ അവരിലേക്ക് ഇറങ്ങട്ടെ, അവർ സമൃദ്ധി പ്രാപിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. என் பேர் தீபா. நான் 9th படிக்கிறேன். நான் ஸ்கூலில் நல்லா படிப்பேன். ஸ்கூலில் பெஸ்ட்டு ஸ்டூடெண்ட் அவார்ட்லாம் வாங்கியிருக்கேன். ஆனால் எனக்கு மேல் படிப்பு படிக்கணும் ஆசை. எனக்கு டாக்டர் ஆகணும் அந்த நிறைய ஆசை இருக்குது. ஆனால் எங்கள் அப்பா கூலி வேலை தான் செய்கிறாங்க. எங்கள் அம்மாவும் வீட்டு வேலை தான் செய்கிறாங்க. நானே கூலி வேலை தான் செய்கிறேன். இதில் எப்படி நான் உன்னை படிக்க வைக்கிறது அப்படின்னு சொல்லிட்டு, உனக்கு ஜாமெண்ட்ரி பாக்ஸு, புக்கு, பேகு இதெல்லாம் யார் வாங்கி தருவா அப்படின்னு சொல்லிட்டு, நீ படிக்க வேணாம் அப்படின்னு சொல்லிட்டாங்க. என் பேர் மணிமொழி. நான் 4th படிக்கிறேன். நான் 2nd ஸ்டாண்டர்ட் படிக்கும்போது எங்கள் அப்பா இறந்துட்டாங்க. எங்கள் மேக்ஸ் மிஸ் ஜாமெண்ட்ரி பாக்ஸு, ஸ்கெட்ச் பென்னு, ட்ராயிங் மெட்டீரியல் எல்லாம் வாங்கின்னு வரணும்னு சொன்னாங்க. எங்கள் மம்மிகிட்ட நான் போய் கேட்டேன். எங்கள் மம்மி நாளைக்கு வாங்கி தரேன்னு சொன்னாங்க. இன்றைக்கி வரைக்கும் வாங்கியே தரலை. ஏன்னா காசு இல்லைன்னு சொன்னாங்க. என் பேர் முரளி. நான் 8th ஸ்டாண்டர்ட் படிக்கிறேன். ஸ்கூலில் பலமுறை நோட் புக் வாங்கிட்டு வர சொல்லுவாங்க. அது கூட வாங்கிட்டு வர முடியாமல் நான் ரொம்ப மனசு கஷ்டப்பட்டுருக்கேன். அம்மா கிட்டே போய் கேட்டாலும் அம்மா இல்லைன்னு சொல்கிறாங்க. எங்கள் அப்பாவும் இறந்துட்டாரு. நான் யார்கிட்ட போய் கேட்பேன்னு எனக்கே தெரியல. വരുംകാല ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട ഇവരെ പോലെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ സാമൂഹ്യക്ഷേമ സംഘടനയായ ശിക്ഷയിലൂടെ എല്ലാ വർഷവും 5000 പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, നോട്ട്ബുക്കുകൾ എന്നിങ്ങനെയുള്ള 14 അത്യാവശ്യ പഠനോപകരണങ്ങൾ അടങ്ങിയ ശിക്ഷ സ്കൂൾ കിറ്റ് സൗജന്യമായി നൽകി വരുന്നു. ഈ വർഷം മുതൽ 10000 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സ്കൂൾ കിറ്റ് നൽകുവാൻ ശിക്ഷ തീരുമാനിച്ചിരിക്കുന്നു.
ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഒരു കുട്ടിക്ക് സ്കൂൾ കിറ്റ് സൗജന്യമായി നൽകുവാൻ സംഭാവന രൂപ 500 മാത്രം. 5 കുട്ടികൾക്ക് സംഭാവന രൂപ 2500 മാത്രം. 10 കുട്ടികൾക്ക് സംഭാവന രൂപ 5000 മാത്രം. നിങ്ങൾക്ക് ഇതുപോലെ എത്ര കുട്ടികളെ വേണമെങ്കിലും സഹായിക്കാം. നിങ്ങളുടെ സംഭാവനകൾ സീഷയുടെ പേരിൽ ചെക്കായോ ഡ്രാഫ്റ്റായോ മണി ഓർഡറായോ അയക്കുക. ഞങ്ങളുടെ വിലാസം സീഷ JC ഹൗസ് 72 രാജാജി സാലൈ ചെന്നൈ 600001. കൂടാതെ www.sisha.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് മുഖേന ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നീ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സംഭാവനകൾ സുരക്ഷിതമായി അയക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സംഭാവനകൾക്ക് ATG പ്രകാരം നികുതി ഇളവ് ലഭിക്കുന്നതാണ്. വരൂ, നമുക്ക് ജീവൻ പകരാം. ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും അത്ഭുത സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ ഗോപുരത്തിലെ പ്രാർത്ഥനാ പടയാളികളും കാത്തിരിക്കുന്നു. ആകയാൽ ഇന്നു തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം 72 രാജാജി സാലൈ പാരീസ് ചെന്നൈ 600001. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്നു പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.